ബിസിനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സൗമ്യമായ പെരുമാറ്റം, എന്നാൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ, എല്ലാ വിഷയങ്ങളിലും അഗാധമായ അറിവ്, വികസനത്തിന് അനുകൂലമായ നിലപാടുകൾ. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നിരയെ ഒറ്റക്കെട്ടായി നയിക്കുന്ന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെ കരുത്തനായ പോരാളി നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ. സാർ നമസ്കാരം. 2.5 വർഷം മുമ്പ് സാറ് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം ബിസിനസ് പ്ലസിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സാറ് പറഞ്ഞൊരു കാര്യം, വളരെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി സഭയിൽ ഉണ്ടാവുകയും സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളിലും എതിർക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ചെയ്യുക എന്നാണ് അന്ന് സാറ് പറഞ്ഞത്. അതനുസരിച്ച് ക്രിയാത്മകമായി സർക്കാരിന്റെ എല്ലാ വിഷയങ്ങളിലും പോസിറ്റീവായി ഇടപെടാൻ ഇതേവരെയുള്ള 2.5 വർഷം സാധിച്ചിട്ടുണ്ടോ? ക്രിയാത്മക പ്രതിപക്ഷം ആകണം എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായി ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു പ്രതിപക്ഷവും എടുക്കാത്ത സഹകരണാത്മകമായ നിലപാട് ചില വിഷയങ്ങളിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞത് സർക്കാരിനോടൊപ്പം നിൽക്കുമെന്നാണ്. ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സർക്കാരിനെ വേണമെങ്കിൽ സർക്കാർ അവിടെ വരുത്തിയ നിരവധി തെറ്റുകൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ വശത്ത് പോകാതെ നല്ല നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചു. ഇപ്പോൾ കമ്മ്യൂണിറ്റി ലിവിങ്, ടൗൺഷിപ്പ്, മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ്, നമ്മുടെ വാർണിംഗ് സിസ്റ്റം, ഇവാക്യുവേഷൻ പ്ലാൻ തുടങ്ങിയ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിൽ വെച്ചത് ഞങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ചില പ്രശ്നങ്ങളിൽ നിൽക്കും, ചില വിഷയങ്ങളിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയും. പക്ഷെ സർക്കാർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പലപ്പോഴും സർക്കാർ ഒരു സഹകരണ നിലപാടല്ല പല കാര്യങ്ങളിൽ എടുക്കുന്നത്. മാത്രമല്ല, ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻസി ടു ദ കോറാണ്. കാരണം അവർ പെർഫോം ചെയ്യുന്നില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ താങ്കളിവിടെ പറഞ്ഞതുപോലെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. 2.5 വർഷം മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഭയാനകമായ സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല. അതിൻ്റെ അർത്ഥം 5 ലക്ഷം രൂപ താഴെയുള്ള ചെക്ക് മാറുമെന്നല്ല, അത് മാറ്റിവെക്കും. ഒരു കാര്യത്തിൽ കൊടുക്കാൻ പണമില്ല കയ്യിൽ. ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം എന്താണ് ഒരു സർക്കാർ? വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു, പെൻഷനുകൾ മുടങ്ങുന്നു, ക്ഷേമനിധികൾ തകരാറിലായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കടന്നു പോകുന്നത്. നികുതി പിരിക്കാൻ പറ്റുന്നില്ല, നികുതി ഭരണ സംവിധാനം പരാജയപ്പെട്ടു. ഇതെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇപ്പം ഞങ്ങൾ പറഞ്ഞുതരാം, സർക്കാരിൻ്റെ നടപടിക്രമത്തിൻ്റെ ദോഷം മൂലം 6 വർഷമായി 30,000 കോടിയോളം രൂപ GST ഇനത്തിൽ നഷ്ടപ്പെട്ടു. ഞങ്ങളത് 1.5 വർഷം മുമ്പ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. 5 വർഷം കൊണ്ട് 25,000 കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് അന്ന് ചൂണ്ടിക്കാട്ടി. ഒരു നടപടി ഇതുവരെ ഈ GST കിട്ടുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. അന്ന് സത്യത്തിൽ എന്നെ പരിഹസിച്ചു, 25,000 കോടി എന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് 3 മാസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അവരും പറഞ്ഞു 25,000 കോടി രൂപ ഗവൺമെൻറ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പ്രൈം ഡ്യൂട്ടി ടാക്സ് കളക്ഷനാണ്. അതിൽ നിന്ന് പണം കിട്ടിയിട്ട് വേണം വികസന പദ്ധതികൾ നടപ്പാക്കാൻ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം നടത്താൻ. അതിൽ ഗവൺമെൻറ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതാണ് റൂട്ട് കോസ്. അതാണ് ആ റൂട്ട് കോസ് മനസ്സിലാക്കാതെയാണ് ഗവൺമെന്റിന്റെ നടപടികളെല്ലാം. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. സാധനങ്ങൾ കൊണ്ടുവരിക, വിൽക്കുക, ഇതിന്റെ ഉപരി മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് കേരളം വളരെ പിന്നോക്കമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് രംഗത്ത് കൂടുതൽ മികവാർന്ന രീതിയിൽ ഉയർന്നു വരാനായിട്ട് കേരളത്തിന് എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചില സംസ്ഥാനങ്ങൾ കാർഷിക സംസ്ഥാനമാണ്. കേരളം ഒരു കാർഷിക സംസ്ഥാനമാണോ? അല്ല. ചില സംസ്ഥാനങ്ങൾ വ്യാവസായിക സംസ്ഥാനമാണ്. കേരളം ഒരു വ്യാവസായിക സംസ്ഥാനമാണ്? അല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ്.
നമ്മൾ കൂടുതൽ ഉൽപാദന മേഖലയിൽ നമ്മൾ കൂടുതൽ കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പോൾ ഒരുപാട് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ പരിമിതിയുണ്ട്. കാരണം നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്, ജനസാന്ദ്രതയാണ്. ഇപ്പം കിഴക്ക് പശ്ചിമഘട്ട മലനിരകളിൽ ഫോറസ്റ്റ് ആക്ട് ഉണ്ട്. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നെൽവയൽ നീർത്തട നിയമമുണ്ട്, നിബന്ധനകളുണ്ട്. പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ CRZ ഉണ്ട്, തീരദേശ പരിപാലന നിയമമുണ്ട്. അപ്പോൾ റെഗുലേറ്റഡ് ആണ് പല സ്ഥലങ്ങളും, പല കാര്യങ്ങളും. വളരെ കുറച്ച് സ്ഥലമുള്ളൂ, എന്നാൽ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, നമ്മുടെ ജനസാന്ദ്രത എല്ലാം കണക്കാക്കി ഏതെല്ലാം സംരംഭങ്ങളാണ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്, എന്തെല്ലാം വെഞ്ചേഴ്സാണ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. ഇപ്പം ഈ ഫുഡുമായി ബന്ധപ്പെട്ട ബിസിനസ് കേരളത്തിൽ കുറേ ഉണ്ട്, അത് കുറേ കൂടി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഈ വാല്യൂ ആഡഡ് ബിസിനസ്, പലതിൻ്റെയും വാല്യൂ ആഡഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഇപ്പം നമ്മുടെ പ്ലാന്റേഷൻ, ഒരുപാട് പ്ലാന്റേഷൻസ് കേരളത്തിലുണ്ട്. ആ പ്ലാന്റേഷൻ പ്രോഡക്റ്റുകളുടെ വാല്യൂ അഡീഷൻ നമുക്ക് തുടങ്ങാമോ? ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ നമുക്ക് തുടങ്ങാൻ കൂടുതൽ പറ്റുമോ? IT ബിസിനസ് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, 4 ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ നമ്മൾ പറയും UAEയുടെ എയർപോർട്ട് നടക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താ? UAEയുടെ 35% GDPയുടെ 35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടുത്തെ എയർപോർട്ടാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ MD-യെ ഒരു YouTube ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു കർണാടകയുടെ GDPയുടെ GSDPയുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ മൊത്തം ഇക്കോണമിയുടെ 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് കേരളത്തിലുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നു, കൊച്ചി രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനലുണ്ട്, 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. പിന്നെ നമുക്ക് അറബിക്കടൽ വഴി ഒരു സൈഡ് മുഴുവൻ അറബിക്കടലാണ്. നമുക്ക് ആ തരത്തിൽ ചരക്ക് കപ്പലുകളുടെ മൂവ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം. ഈ പോർട്ട് കണക്ടിവിറ്റി എന്ന് പറയുന്നതും എയർപോർട്ട് കണക്ടിവിറ്റി എന്ന് പറയുന്നത്, എയർപോർട്ട് പാസഞ്ചേഴ്സ് മാത്രമല്ലല്ലോ, കാർഗോ ബിസിനസ് ഇല്ലേ, വലിയ തോതിൽ കാർഗോ ബിസിനസ്. കൊച്ചിയിലൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ തോതിലുള്ള ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടാക്കി മാറ്റാൻ പറ്റും, അതിനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടാണ് നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ കൊച്ചിയിൽ ഉണ്ടായെങ്കിലും അതിനെ നമുക്ക് കേരളത്തിൻ്റെ ഒരു ബിസിനസ് ഇമ്പ്രൂവ്മെൻ്റായി അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അത് തന്നെ നമുക്ക് വിഴിഞ്ഞത്ത് ആവർത്തിക്കപ്പെടരുത്. വിഴിഞ്ഞം തുറമുഖം വന്നു കഴിഞ്ഞാൽ ആ തുറമുഖം കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഇക്കോണമിയെ അല്ലെങ്കിൽ സ്റ്റേറ്റ് GDPയെ, സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിന് അനുസരണമായിട്ടുള്ള ബിസിനസ്സുകൾ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ സ്ഥലമൊക്കെ കൊടുത്ത് കുറേ ഇത് വേണമല്ലോ. മാത്രമല്ല ഇവിടെ നടപടിക്രമങ്ങളെക്കുറിച്ച് എപ്പോഴും പരാതിയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആ നടപടിക്രമങ്ങൾ കുറേ കൂടെ ലഘൂകരിച്ച് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓൾട്ടർനേറ്റീവ് ഉണ്ട്, അത് എടുക്കുന്നോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു വർഷത്തിന് ശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരും. UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടന വളരെ പരിതാപകരമായ സ്ഥിതിയിലായിരിക്കും എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ച് പുനരുജ്ജീവിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ? UDF ഉറപ്പായി തിരിച്ചു വരും, അത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്, UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ട്. തീർച്ചയായിട്ടും UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം പാളി, ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് പരാജയമായി, ഗവൺമെൻറ് വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല, ചെലവ് കൂട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനേക്കാൾ കൂടുതൽ പരിതാപകരമായിരിക്കും അധികാരത്തിൽ വരുന്ന സമയത്ത്. കാരണം ഇനിയും 1.5-1.25 വർഷമുണ്ട്. ഇത് കൂടുതൽ വഷളായി വല്ലാത്തൊരവസ്ഥയിലെത്തും. തീർച്ചയായിട്ടും കേരളത്തിലെ സാമ്പത്തികമായി നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊടുത്ത് നികുതി വർദ്ധിപ്പിച്ച് ചെലവ് ചുരുക്കി നല്ല രീതിയിൽ വരുമാനം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ രോഗം പറഞ്ഞല്ലോ എന്താണെന്ന്. ഈ രോഗം എന്തുകൊണ്ടാണ് ഇവർ ചികിത്സിച്ച് ഭേദമാക്കാത്തത്? ഒരു ഇനിഷ്യേറ്റീവും ഗവൺമെൻറ് എടുക്കുന്നില്ല. സത്യത്തിൽ എന്നെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, IGST നമുക്കറിയാം, ഒരു വർഷം 5000-6000 കോടി രൂപ നഷ്ടപ്പെടുകയാണ്. നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ?
ഇപ്പോൾ സ്വർണം ഇപ്പം ഇനിയിപ്പോൾ ടാക്സ് ഗവൺമെൻറ് കുറച്ചതുകൊണ്ട്, ഇത് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചതുകൊണ്ട് ഇനി അത്ര സ്മഗ്ലിംഗ് അത്ര നടക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു, സ്വർണത്തിൻ്റെ ബ്ലാക്ക് ബിസിനസ് നടക്കുന്നു. ഞാൻ പറയാറുണ്ട്, 2000-ന്റെ തുടക്കത്തിൽ 4000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിനുണ്ടായിരുന്നത്. അന്ന് 400 കോടി 500 കോടി കിട്ടും. ഇപ്പം 55,000 രൂപയാണ് ഒരു പവൻ്റെ വില, 14 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോഴും കിട്ടുന്നത് എത്രയാ? ഈ 400-500 കോടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 6,000-7,000 കോടി രൂപ സ്വർണത്തിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കും. അപ്പോൾ ബാറുകളുടെ എണ്ണം കൂടി, പക്ഷേ ബാറിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. എന്താണ്? പല ബാറുകളിലും നടക്കുന്നത് കൃത്രിമമാണ്. യഥാർത്ഥത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പണം ടേൺ ഓവർ ടാക്സ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറകളില്ല, ഒരുപാട് ബ്ലാക്ക് ബിസിനസ് നടക്കുകയാണ്. നന്നായി എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തി അതിനെ പിടിച്ചാൽ, വ്യാപകമായി അതിനെ പിടിച്ചാൽ, അത്രയും ബ്ലാക്ക് ബിസിനസിനെ പിടിച്ചാൽ അത് നിൽക്കും. അപ്പോൾ ജെനുവിൻ ബിസിനസ് വരും, കടകളിലൂടെ ബിസിനസ് ഉണ്ടാവും. ഇപ്പം നിലവിലുള്ള കടകൾ അഭിവൃദ്ധിപ്പെടും, കുറെ കൂടെ ബിസിനസ് നടക്കും, ഗവൺമെന്റിന് ടാക്സും കിട്ടും. അപ്പം ഗവൺമെന്റ് എവിടെയാണ് നികുതി ചോരുന്നത് എന്ന് ഗവൺമെന്റിന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ ആ മേഖല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ഇപ്പൊ സ്വർണത്തിന്റെ ബ്ലാക്ക് ബിസിനസ് നടക്കുന്ന 10 സ്ഥലത്ത് അത് പിടിച്ചാൽ മതി. അപ്പോൾ ആ ബ്ലാക്ക് ബിസിനസ് നിൽക്കും. സ്വർണം ആളുകൾ നേരിട്ട് കടകളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ കടകളിലെ ബിസിനസ് വർദ്ധിക്കും, ഗവൺമെന്റിന് വരുമാനം വർദ്ധിക്കും. ഇങ്ങനെ ഒരുപാട് സർവീസ് സെക്ടർ, നമ്മൾ എന്ന് വെച്ചാൽ നികുതി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാന പരിഷ്കൃതമായ സിവിലൈസ്ഡ് മോഡൽ എന്ന് പറയുന്നത് അനാവശ്യമായി നികുതി വർദ്ധിപ്പിക്കലല്ല, നികുതി റീസണബിൾ ആയില്ലെങ്കിൽ ആളുകൾക്ക് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വരും. ഇപ്പം 4% ടാക്സ് കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ആളുകൾ കൊടുക്കും, 4-12 എന്ത് ചെയ്യും? കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ നേരത്തെ കൊടുത്തിരുന്ന 4 കൂടി കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കും. ഇപ്പോഴത്തെ പുതിയ മെത്തേഡ് എന്ന് പറയുന്നത് റീസണബിൾ ടാക്സ് ആക്കുക, പക്ഷേ ടാക്സിൻ്റെ നെറ്റ്വർക്ക് വിപുലമാക്കുക, കൂടുതൽ ആളുകളെ ടാക്സിൻ്റെ നെറ്റ്വർക്കിൽ കൊണ്ടുവരിക. അപ്പം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വർദ്ധിക്കും, നമുക്ക് വരുമാനത്തിൻ്റെ തോത് നമുക്ക് വർദ്ധിപ്പിക്കും. അങ്ങനെ നിരവധിയായ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് കുറെ കൂടി ഇന്റലിജന്റായി സ്റ്റേറ്റിന് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ സ്റ്റേറ്റിൻ്റെ ഗ്യാരണ്ടി കൊടുത്ത് ആ പണം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം. അത് ഏതെല്ലാം മാർഗങ്ങൾ അത് ചെയ്യും? വലിയ തുക GCC-യിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നെല്ലാം വലിയ തുക റെമിറ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. ചില സെക്ടറുകൾ തകർന്നു പോകും. ആ സെക്ടറുകൾ തകർന്നു പോരുമ്പോൾ തകരട്ടെ എന്ന് ഒരു ഗവൺമെന്റും വിചാരിക്കരുത്. ഏത് സെക്ടറിന് പ്രശ്നങ്ങൾ വന്നാലും ഗവൺമെന്റ് അതിനെ അഡ്രസ്സ് ചെയ്യണം. കാരണം എപ്പോഴും നമ്മൾ ബിസിനസ്സിനെ നോക്കി കാണുന്നത് അവർ ജെനുവിൻ ടാക്സ് പെയർ ആണ് എന്ന് വിചാരിച്ച് വേണം ചെയ്യാൻ വേണ്ടി. നമുക്ക് നികുതിദായകരാണ്, നികുതിദായകർക്ക് ഒരു കുഴപ്പം വന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അവർ നികുതി വെട്ടിക്കണമെങ്കിൽ നിയമപരമായ നടപടികൾ എടുക്കണം, ശത്രുവായിട്ടല്ല കാണുന്നത്. നികുതിദായകര് തളരാൻ പാടില്ല. നികുതിദായകര് തളർന്നാൽ സർക്കാരിൻ്റെ വരുമാനം. അപ്പോൾ ഒരു പുതിയ അപ്രോച്ച് വേണം ഈ കാര്യത്തിലെല്ലാം. ഒരു പുതിയ അപ്രോച്ചുമായി പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വരുമാനം പറയും. അനാവശ്യമായ ചെലവുകൾ ചുരുക്കണം. ഒരുപാട് ചെലവുകൾ, ആവശ്യമില്ലാത്ത ചെലവുകൾ നമുക്ക് വെട്ടിച്ചുരുക്കാൻ നമുക്ക് പറ്റും. അനാവശ്യമായി നമ്മളെപ്പോഴും ഉള്ള പ്രശ്നം എപ്പോഴും എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാകുക. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ കൂടുക. നടന്നുകൊണ്ടിരിക്കുന്നത് മോശമായ സ്ഥിതിയാണ്, അതിൻ്റെ കൂടെ കൂടിയാൽ കുറെ കൂടെ മോശമാവും. നമുക്ക് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സിസ്റ്റം കുറെ മാറ്റി, കുറെ റിനോവേറ്റ് ചെയ്ത് പുതിയതായ നമുക്ക് ഒരുപാട് അറിവുകൾ, ഒരുപാട് ഇപ്പോൾ ടെക്നോളജി തന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. നമുക്ക് അതിനെ ഈ ടെക്നോളജിയായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, ചെലവ് ചുരുക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെടുകയാണ്. അത് കണ്ടുപിടിച്ചാൽ അവിടെ അടക്കണം നമ്മൾ. അങ്ങനെയാണ് ചെലവ് ചുരുക്കണം. അല്ലാതെ നാളെ പോലെ ശമ്പളം പകുതിയാക്കും, പെൻഷൻ പകുതിയാക്കും എന്ന് പറയേണ്ട അല്ല ചെലവ് ചുരുക്കണം. തെറ്റായ വഴികളിലൂടെ ഒരുപാട് പണം ചോരുന്നുണ്ട്. ആ ചോർച്ചയുടെ വഴികൾ അടയ്ക്കുമ്പോൾ തന്നെ ആ ചെലവ് ചുരുക്കപ്പെടും. പിന്നെ നമ്മൾ പ്രോജക്റ്റ്, നമുക്കറിയാലോ കേരളത്തിൽ പണ്ട് ഇറിഗേഷൻ പ്രോജക്റ്റുകൾ തുടങ്ങി. 50 കോടി രൂപയുടെ ഇറിഗേഷൻ പ്രോജക്റ്റ് തുടങ്ങിയാൽ 500 കോടിയാലും തീരില്ല, രണ്ട് വഴിയിൽ ഉപേക്ഷിക്കും. അപ്പോൾ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് വേണം. പ്രോജക്റ്റ് മാനേജ്മെന്റ് പലപ്പോഴും ഇപ്പോൾ ഒരു 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അനുവദിച്ചാൽ അതിന് ഒരു അക്കൗണ്ടബിലിറ്റി വേണം. 100 കോടി രൂപയുടെ പ്രോജക്റ്റ് എത്ര വർഷം കൊണ്ട് തീരും?
ഓരോ ഫേസിലും ഒരു ക്വാർട്ടറിൽ 3 മാസം എത്ര ഫേസായിട്ട് തന്നെ തിരിക്കണം. ഓരോ ക്വാർട്ടറിലും ഒരു കെട്ടിടമാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ തീരണം, അതിന് ഇത്രയും സ്ക്വയർ ഫീറ്റ് തീരണം എന്നുള്ളൊരു ഇത് വേണം. ഇതിപ്പോൾ 2 കൊല്ലം കൊണ്ട് തീരേണ്ട അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് തീരേണ്ട കെട്ടിടം 5 കൊല്ലമായാലും തീരില്ല. 5 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ തുകയ്ക്ക് അത് തീർക്കാൻ പറ്റാതാവും. അപ്പോൾ എസ്റ്റിമേറ്റ് ഇത് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുകയാണ്. വലിയ പ്രോജക്റ്റുകളിലൊക്കെ കോടികളുടെ ചോർച്ചയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ എത്ര പ്രൊഫഷണലായിട്ട് പ്രോജക്റ്റ് മാനേജ്മെന്റുകൾ നടപ്പാക്കുന്നു. അത് ചെയ്യാം. അപ്പോൾ 50 കോടി രൂപയുടെ പദ്ധതി 500 കോടി തീരുന്നില്ല. എവിടെന്നാ പണം പോരുന്നത്? എവിടെന്നാ പണം ചോരുന്നത്? അപ്പൊ പണം ചോരുന്ന ഒരുപാട് വഴികളുണ്ട്. അത് നന്നായി പഠിച്ച് മനസ്സിലാക്കി ഇടപെട്ട് ഇന്റർവ്യൂ ചെയ്ത് അത് അടയ്ക്കണം. അക്കൗണ്ടബിലിറ്റി വേണം. ഉദ്യോഗസ്ഥർക്കാണെങ്കിലും നടപ്പാക്കുന്നവർക്കാണെങ്കിലും സമയക്രമം വേണം, ടൈം ഷെഡ്യൂൾ വേണം. സമയം നീണ്ടുപോകുന്നതോറും ആ പ്രോജക്റ്റും വൈകിയാണ്, സ്റ്റേറ്റിന് വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും. അതാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നത്. ആരും അത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളുണ്ട്.